ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻസുകൾ, അതായത് ഓപ്ഷൻ സെല്ലിങ്ങിലെ ട്രേഡിംഗ് പ്ലാൻസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്സിലെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ട്രേഡ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ P&L അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നെക്സ്റ്റ് വീക്കിലേക്കുള്ള ട്രേഡ് പ്ലാൻസുകൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ഒരു വ്യൂ നോക്കാം. നിഫ്റ്റിയുടെ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള വ്യൂ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ബിഗർ പിക്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിഫ്റ്റി ഏകദേശം ഒരു 4 hour ടൈം ഫ്രെയിം നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാം. മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഹൈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ അധികം ടൈം അവിടെ സസ്റ്റൈൻ, ചിലപ്പോൾ മേ ബി കുറച്ചുകൂടെ മുകളിലേക്ക് പോയതിന് ശേഷം നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഒരു ചെറിയൊരു ഒരു കറക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് നെക്സ്റ്റ് വീക്കിൽ ഒരു താഴേക്ക് ഒരു കറക്ഷൻ ആണ് എക്സ്പെക്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സെല്ലിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഒരു കോൾ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കോൾ സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏകദേശം 25,300 അല്ലെങ്കിൽ 25,400 നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലെവലിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം. അവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് ഒരു കോൾ സ്പ്രെഡ് എന്ന രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു 1 വീക്സ് ഹോൾഡിങ്സ് പോലെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് നമുക്ക് അവിടെ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഒരു ഇപ്പോൾ കറണ്ട് ലെവലിൽ ഒരു 300-400 പോയിന്റ് ഔട്ടിൽ പോയിട്ട് ഒരു കോൾ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് നിഫ്റ്റി 50യിൽ നമുക്കൊരു ഓപ്ഷൻ സെല്ലിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ. ഓക്കെ, അത് നിഫ്റ്റിയുടെ കേസ്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി കറണ്ട്ലി നമുക്ക് ചാർട്ടിൽ നോക്കുന്ന സമയത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ഇവിടെ ഈ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് ഇവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മേ ബി ഇപ്പോൾ കഴിഞ്ഞ ഒരു വലിയ മൂവ്മെന്റിന് ശേഷം മാർക്കറ്റ് വലിയ റാലി നടന്ന് ഒരു കറക്ഷൻ വന്ന് ഈ ഒരു ഇവിടെ ഒരു ചെറിയ പാറ്റേൺ പോലത്തെ ഒരു സെറ്റപ്പ് ഫോം ചെയ്ത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കറന്റ് ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് എന്താ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മേ ബി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, മുകളിലേക്ക് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാമല്ല. ഈ ലെവലിൽ തന്നെ കുറച്ച് സമയം മേ ബി കൺസോൾട്ടേഷൻ ചെയ്തിട്ട് മേ ബി മാർക്കറ്റ് എന്താവും, താഴേക്കും ഒരു രണ്ട് സൈഡിലേക്കും ഉള്ളൊരു എക്സ്പെക്ടേഷൻ ആയതുകൊണ്ട് തന്നെ ബെറ്റർ ഓപ്ഷൻ നമുക്ക് ഇവിടെ നമുക്കൊരു കറക്റ്റ് വ്യൂ ഇല്ല. രണ്ട് സൈഡിലേക്കും പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബെറ്റർ ഓപ്ഷൻ നമുക്കിപ്പോൾ ഒരു കറക്റ്റ് വ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു റിസ്ക് മാനേജ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അയൺ കോണ്ടോർ പോലെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അയൺ കോണ്ടോർ പോലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കറണ്ട്ലി പ്രൈസ് ഉള്ളത് ഏകദേശം ഈ ഒരു ലെവലിലാണ് പ്രൈസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അയൺ കോണ്ടോർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കറണ്ട് പ്രൈസിൽ നിന്ന് ഒരു 500-700 ഔട്ട് ഓഫ് ദ മണി പോയിട്ട് കോൾ സൈഡിലേക്കും ഒരു സ്പ്രെഡ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ പുട്ട് സൈഡിലേക്കും ഒരു ഈ ഒരു ലെവലിൻ്റെ ഇവിടെയുള്ള ഡിമാൻഡ് സോണിൻ്റെ ഈ ഒരു സോണിൻ്റെ താഴെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുട്ട് സ്പ്രെഡ് ആഡ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോൾ ആൻഡ് പുട്ട് ഒരുമിച്ച്, കോൾ ആൻഡ് സ്പ്രെഡുകൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് നമുക്കൊരു അയൺ കോണ്ടോർ രീതിയിൽ പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം രണ്ട് സൈഡിലേക്കും മൂവ്മെന്റ് വരാൻ ഒരു ചാൻസസ് കാണുന്നുണ്ട് ഞാൻ നെക്സ്റ്റ് വീക്കിൽ. ഒരു കറക്റ്റ് വ്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു റിസ്ക് മാനേജ് ചെയ്തിട്ട് വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൺ സൈഡിലേക്ക് ഒരു കോൾ സ്പ്രെഡോ പുട്ട് സ്പ്രെഡോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും സ്ട്രാറ്റജി നമുക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് വ്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ഓപ്ഷൻ ഒരു സ്പ്രെഡ് ആഡ് ചെയ്തതിന് കോൾ അയൺ കോണ്ടോർ ആഡ് ചെയ്തിട്ട് ഇൻ കേസ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഒരു ബ്രേക്ക് ആൻഡ് പോയിന്റ് ഒക്കെ എത്തുന്ന സമയത്ത് പുതിയ പുതിയ ട്രേഡ്സുകൾ എന്തെങ്കിലും പ്ലാൻ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വീക്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീക്കിൽ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഏകദേശം ഈ ഒരു അയൺ കോണ്ടോർ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു P&L ചെക്ക് ചെയ്യാം. കൺസോൾ റിപ്പോർട്ടിൽ P&L എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സെഗ്മെന്റ് സെലക്ട് ചെയ്യാം, ഫ്യൂച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, റിയൽ എസ്റ്റേറ്റ് P&L. അതുപോലെ തന്നെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് തേഴ്സ്ഡേ ആണ് നമ്മൾ ട്രേഡിംഗ് ലിസ്റ്റ്, അതായത് 15th സ്റ്റാർട്ട് ചെയ്ത്, 15th അല്ല 22nd സ്റ്റാർട്ട് ചെയ്ത് 28th ട്രേഡ് ഒരു 1 വീക്സ് ഒരു ഹോൾഡിംഗ് പോലെയായിരുന്നു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ P&L ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3,50,000 rupees ആണ് പ്രോഫിറ്റ് എടുത്തത്. അതിൽ നമ്മൾ ഒരു 8,000 rupees ചാർജ് കഴിഞ്ഞിട്ട് ഏകദേശം 3,43,000 ആണ് ലാസ്റ്റ് വീക്സിൽ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ കുറച്ച് പ്രോഫിറ്റ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു 9,000 രൂപയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മൺഡേ ഏകദേശം 60,000 rupees ബുക്ക് ചെയ്തിട്ടുണ്ട്. ട്യൂസ്ഡേ 2,26,000, വെനസ്ഡേ ഒരു 40,000. അങ്ങനെ കുറച്ച് അതായത് മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചല്ല ബുക്ക് ചെയ്യാറുള്ളത്. ചിലപ്പോൾ കുറച്ച് പൊസിഷൻസ് ഒക്കെ എക്സിറ്റ് ചെയ്ത് ഒരു മിനിമം ലോസ് ആണെങ്കിൽ പോലും ഒരു മിനിമം ലോസിലോ അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രോഫിറ്റ് ആവുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു വീക്കിലെ P&L വന്നിട്ടുള്ളത്. നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് എടുത്ത ട്രേഡിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക്
നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അത് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.